അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ കൂടെ വന്നിട്ടുണ്ട്, നമ്മൾ ഹർദിക്കൂട്ടൻ. അപ്പം ഹർദിക്കൂട്ടൻ ഇനി നമ്മുടെ വീഡിയോസിലും റീൽസിലും ഒക്കെ ഉണ്ടാകും. അങ്ങനെ മോൻ്റെ നൂലുകെട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒഫീഷ്യലായിട്ടൊരു മെയിൽ വന്നത്. യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിന് ഞങ്ങളുടെ ദ ട്രിവിയൻസ് എന്ന് പറയുന്ന ചാനലും സെലക്ട് ആയിട്ടുണ്ടാകും. അപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യവും ഒരു അംഗീകാരവും ഒക്കെ ആണല്ലോ. അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എറണാകുളത്ത് വെച്ചായിരുന്നു നടക്കുന്നത്. അപ്പോൾ എനിക്ക് മാത്രമേ ആ സമയത്ത് പോകാൻ സാധിച്ചുള്ളൂ. ഹർദിക്കുട്ടനൊക്കെ കുഞ്ഞായിരുന്നുകൊണ്ട് ശ്രീക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ കടയിൽ പോയി ആദ്യം താടിയും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ രാഹുൽ ബ്രോയുടെ കടയിലാണ് പോയത്. നമ്മുടെ ശ്രീകാര്യം, ട്രിവാൻഡ്രം ശ്രീകാര്യത്ത് ഇടവക്കോടായിട്ട് സ്ഥിതി ചെയ്യുന്ന സലൂണിലാണ് ഞാൻ പോയത് കേട്ടോ. നല്ല അടിപൊളി സലൂണാണ്. ഞാൻ ഇങ്ങനെ യൂട്യൂബിൻ്റെ പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എനിക്കെല്ലാം സെറ്റാക്കി തന്നു. അപ്പോൾ അതിനിടയ്ക്ക് പുതിയ ഷോപ്പായതുകൊണ്ട് തന്നെ ഒരു വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് കരുതി കേട്ടോ. സൂപ്പർ സലൂൺ എന്നാണ് കടയുടെ പേര്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മുടെ വന്ദേ ഭാരത് പിടിച്ചാണ് പോയത്. കാരണം അതിരാവിലെ 5:55 ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നുള്ള വന്ദേ ഭാരതിലാണ് കയറിയത്. വന്ദേ ഭാരതിലും ആദ്യത്തെ ഒരു യാത്രയായിരുന്നു എൻ്റേത്. അപ്പോൾ അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കഴിഞ്ഞു പോയ വർഷം, പ്രീവിയസ് ഇയർ 2023-24 നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിലെ ഈ ക്രിയേറ്റീവ് കളക്റ്റീവ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിലെ നേട്ടങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് നമ്മൾ എഫേർട്ട് ഇട്ടെങ്കിലും നമുക്ക് പതിയാണെങ്കിലും അതിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ ഒരു യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ പരിപാടിക്ക് പങ്കെടുക്കുക എന്ന് പറയുന്ന വലിയൊരു അംഗീകാരമാണ്. ഫസ്റ്റ് വന്ദേ ഭാരതി കയറിയിരുന്നു. ആദ്യമായിട്ട് പത്രവും കാര്യങ്ങളൊക്കെ തന്നു. അതിനിടയ്ക്ക് ഏതൊക്കെയാണ് സ്റ്റേഷൻ കാര്യങ്ങളെന്നുള്ള എല്ലാം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഒരു കുപ്പി വെള്ളവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ സീറ്റിൽ നമുക്കുണ്ട് കേട്ടോ. ടിക്കറ്റ് അതിന് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ ഞാൻ കുറച്ച് നേരം നടന്നു. ഇങ്ങനെയൊക്കെയാണ് ഓട്ടോമാറ്റിക് വലിയ സ്വിച്ച് ഡോറും കാര്യങ്ങളൊക്കെയാണ്. നല്ല ക്ലീൻ ഫെസിലിറ്റി ആയിരുന്നു. ഫസ്റ്റ് വെസ്റ്റേൺ സ്റ്റൈൽ ബാത്റൂം ഉണ്ട്. നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് അത് യൂസ് ചെയ്യാം. ബാത്റൂംസൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു, വളരെ നീറ്റായിട്ടായിരുന്നു അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാഫുകളും ആയിക്കോട്ടെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയായിരുന്നു. വന്ദേ ഭാരതിലെ ഒരു യാത്ര തുടങ്ങിയപ്പോൾ തന്നെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സും ഫീഡ്ബാക്കും ഒക്കെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അന്വേഷിച്ച് അങ്ങനെ വന്ദേ ഭാരത് ഫസ്റ്റ് നമ്മൾ ഏതൊരു കാര്യം കാണുമ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ ഹൈടെക് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ദേ ഭാരത് പൊളിയും. അങ്ങനെ അതിനുശേഷം ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ച് എൻ്റെ സീറ്റിൽ തന്നെ വന്നിരുന്നു. വിൻഡോ സീറ്റ്. രാവിലെ 5:55 ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. നേരെയൊക്കെ ഒന്ന് വെളുത്ത് കഴിഞ്ഞാലല്ലേ. അപ്പോൾ കൊല്ലം സ്റ്റേഷൻ കഴിഞ്ഞു. പിന്നെ പതിയെ മെല്ലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എടുക്കുന്നുണ്ട്. സീറ്റുകളൊന്നും ഫില്ലായിട്ടില്ല. പത്രങ്ങളൊക്കെ അതാത് സീറ്റുകളിൽ ഈ പറഞ്ഞ പോലെ വാട്ടർ ബോട്ടിലും കുടിക്കാനുള്ള എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്ന് നേരം വെളുത്ത് കഴിഞ്ഞാലല്ലേ ഈ വിൻഡോ സീൻ എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു കുഞ്ഞു വാവയൊക്കെ ഇതുപോലെ യാത്ര ചെയ്യുന്നതുകൊണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഫുഡ് നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ സെലക്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് പല രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ചായയും അതുപോലെ തന്നെ ഒരു സ്നാക്സ് ഐറ്റമൊക്കെ തരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ബിസ്ക്കറ്റൊക്കെ നല്ല ഒരു പക്ക ഒരു റോയൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് നമ്മൾ ട്രെയിനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് വന്ദേ ഭാരതിലുണ്ടായത് കേട്ടോ. അപ്പോൾ പതുക്കെ യുണീബിക്കിൻ്റെ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിച്ചു. ചായ അതുപോലെ തന്നെ മസാല ചായ മിക്സ് ഉണ്ട്. അവർ ചൂടുവെള്ളം ഒഴിച്ച് തരും. നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം. മിക്സ് ചെയ്ത് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിക്കാം. അങ്ങനെ പതുക്കെ ഞാൻ ചായയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു. രാവിലെ എന്തായാലും വിശന്ന് കയറിയതല്ലേ. സമയം ഒരു 7 മണി അടുപ്പിച്ചാവുന്നുള്ളൂ. അല്ലെങ്കിൽ വന്ദേ ഭാരതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് ആ വൈഫൈ കണക്റ്റായി. പക്ഷേ എന്താണ് പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് കിട്ടുന്നില്ലായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക കേട്ടോ. എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ അത് കൂടുതൽ നോക്കാൻ പോയില്ല. ട്രൈ ചെയ്തു 2-3 പ്രാവശ്യം കിട്ടിയില്ല. പിന്നെ ഞാൻ മൊബൈൽ ഡാറ്റേനെ കണക്ട് ചെയ്ത് അതിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയത്. അപ്പം നമ്മുടെ ഈ യൂട്യൂബ് ജേണി വളരെ അട്രാക്റ്റീവായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പതുക്കെ നേരം പുലർന്നപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കണ്ടത്. വിൻഡോ സീറ്റിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാരക വ്യൂ. ഇതാ നിങ്ങൾ കണ്ടില്ലേ? അടിപൊളി അഡാറ് വ്യൂ ആയിരുന്നു. പിന്നെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഈ ഒരു പച്ചപ്പും നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണല്ലേ. നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. അങ്ങനെ ആ ഡോർ സൈഡിലെ സീറ്റിൽ തന്നെ അങ്ങനെ അങ്ങിരുന്നു കുറേ നേരം.
സമയം പോകുന്ന അറിയുന്നില്ല. ഓരോരോ സ്റ്റോപ്പുകൾ, പിന്നെ സ്റ്റോപ്പുകളും കാര്യങ്ങളൊന്നും നോക്കാതായി. കാരണം ഈ വ്യൂ തന്നെ നമ്മൾ അത്രത്തോളം മനസ്സിന് ഒരു കുളിർമ ഉണ്ടാകും. അതേസമയം കറക്റ്റ് സമയത്ത് എത്തുമോ, ഈ നമ്മൾ ഹോട്ടലിൽ ഇവർ പറഞ്ഞിരിക്കുന്ന വെന്യൂവിലോട്ട് കറക്റ്റായിട്ട് എത്തുമോ എന്നൊക്കെ ആലോചിച്ച് ലേലേസ് കിച്ചണിലാണ്, നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ലൊക്കേഷനാണ്. ഈ ഹോട്ടലിൽ വെച്ചാണ് യൂട്യൂബിൻ്റെ ഒഫീഷ്യലി ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതേസമയം ടെൻഷനും ഉണ്ട്, കാരണം ആദ്യമായിട്ട് പോകുന്നതല്ലേ. പക്ഷേ വന്ദേ ഭാരതിലെ ജേണി ഞാൻ പറയില്ല, കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു ജേണിയാണ്, അത് ഷുവറാണ്. അതുകൂടാതെ തന്നെ നമുക്ക് സമയപരിമിതി ഉള്ള ആൾക്കാർക്കും കൂടുതൽ യൂസ്ഫുള്ളാണ്. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താൻ സാധിക്കും. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് അവിടെ സ്റ്റാഫുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോഴത്തേക്കും കോട്ടയം ഇതേ പറഞ്ഞ കണക്ക് അവിടെ എത്തി. അപ്പോഴത്തേക്കും വലിയ തിരക്കില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സൺഡേ ആണ് പോയത്. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ശ്രീയൊക്കെ വിളിച്ച് അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. അപ്പം അതിനുശേഷം നമുക്ക് കാപ്പി എന്ന് പറയുന്ന ട്രോപ്പിക്കാന ജ്യൂസും പിന്നെ ഇഡ്ഡലിയും ഉഴുന്നുവടയും ചട്നിയും ഉണ്ടായിരുന്നു, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. അതുകൂടാതെ തന്നെ ലോട്ടി ചോക്കോപ്പയുടെ ഒരു അടിപൊളി ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് കുക്കി ബിസ്ക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി പതുക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തു. ഫസ്റ്റ് യാത്ര ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് മനസ്സിൽ ആദ്യമേ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ പതുക്കെ എല്ലാം തുറന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ പതുക്കെ നമ്മുടെ ആ ടേബിൾ പോലത്തെ സംഭവം വലിച്ചിട്ട് അതിനുശേഷം ആ എക്സ്റ്റൻഷൻ വലിച്ചിട്ടതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് വന്ന് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഇഡ്ഡലിയും അതുകൂടാതെ കേസരിയും കൂടെ ഉണ്ട് കേട്ടോ, അതുകൂടെ പറയാൻ പറ്റും. തൊട്ടപ്പുറത്തിരുന്ന ബ്രോയും അതുപോലെ തന്നെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ എറണാകുളത്തിന് മുമ്പേ ഇറങ്ങി. അങ്ങനെ നമ്മൾ എറണാകുളം സ്റ്റേഷനിലെത്തി. ഞാനും അങ്ങനെ എറണാകുളം സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഇറങ്ങി കുറച്ച് ദൂരം നടന്നിട്ട് വന്ദേ ഭാരതിനോട് ബൈയൊക്കെ പറഞ്ഞ് മെട്രോ സ്റ്റേഷൻ 200 മീറ്റർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. മെട്രോയിൽ കയറി നമുക്ക് ആലുവയിൽ എത്തിയിട്ട് വേണം യൂട്യൂബിൽ നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാനായിട്ട്. മെട്രോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ മെട്രോ കണ്ടുപിടിച്ചു ഗൈസ്. മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ ബൈ ടിക്കറ്റ് കൊടുത്തു, സിംഗിൾ ജേണി. നമുക്ക് ആലുവയാണ് പോകേണ്ടത്. ആലുവ കൊടുത്തു, ഒരാളാണ്. നമ്മൾ ക്യാഷ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കാശ് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതങ്ങ് എടുത്തോളൂ. എന്നിട്ട് ഈ മെഷീനിലോട്ട് കാണിക്കും ക്യാഷ്. കണ്ട 50, യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യുവാണ്. നമ്മൾ ആ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രിൻ്റ് റെസിപ്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ആ ക്യാഷ് കൊടുത്തതിൻ്റെ പ്രിൻറ്റും കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ നേരെ മെട്രോയിൽ പോകാം. നമ്മൾ ഓൺ ബോർഡിങ്ങിന് കയറി ബാഗ് ചെക്ക് ചെയ്ത് അങ്ങനെ നമ്മളെ ബാഗൊക്കെ എടുത്ത് നേരെ മെട്രോയിൽ കയറാം. QR കോഡ് വെച്ചു. ഓപ്പണായി. യെസ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആലുവ പ്ലാറ്റ്ഫോം നമ്പർ 1 അങ്ങോട്ട് പോകാം. നെടുനീളം പടിയുണ്ട്, എസ്കലേറ്റർ ഉണ്ട്. ശരീരം അനക്കണ്ടെന്ന് കരുതി എസ്കലേറ്ററിൽ തന്നെ നമുക്ക് പോകാം. സിറ്റിയുടെ മെയിൻ ഭാഗമൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാം. നമ്മൾ പ്ലാറ്റ്ഫോം 1 പൊക്കിക്കൊണ്ടിരിക്കും. മെട്രോ ലൈൻ നമുക്ക് കാണാം. ഏറ്റവും മുകളിൽ നമ്മൾ പ്ലാറ്റ്ഫോം 1 എത്തിയിട്ടുണ്ട്. അതിന് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ പ്ലാറ്റ്ഫോം 1 എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മെട്രോ വരുന്നത്. ഇവിടുന്ന് നമുക്ക് കയറി നേരെ ആലുവയിലോട്ട് പോകണം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി
അങ്ങനെ തിരിച്ച് മെട്രോയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. ഞാൻ കണ്ടുപിടിക്കാൻ ആദ്യം കുറച്ച് നേരമൊക്കെ സ്കാൻ ചെയ്തപ്പോൾ ആയില്ല. പിന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു. വെളിയിലോട്ട് എത്തിയതിന് ശേഷം കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോഴും സമയം ഞാൻ എടുത്തിരുന്ന സ്ലോട്ട് 11 മണിയായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു ഓട്ടോ പിടിച്ച് അവിടുത്തെ ലൊക്കേഷനിലെത്തി. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് പേരൊക്കെ വിളിച്ച് നമ്മളെ വിളിച്ച് നമുക്കായിട്ട് പ്രത്യേക ഒരു ടേബിളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ്, യൂട്യൂബിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ള ഒരു വലിയ ഭാഗ്യം. ഇതൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് എനിക്കും ശ്രീക്കും മോനും വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞങ്ങളിതിൽ വളരെ ചുരുക്കം പേരിൽ നമ്മളും സെലക്റ്റായി ഇങ്ങനെ ഒരു വലിയൊരു ഒഫീഷ്യൽ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിരുന്നു. അത് ഹോസ്റ്റ് ചെയ്ത് നമ്മുടെ സിംപ്ലി സ്റ്റൈൽ ഉണ്ണിയും അതുപോലെ തന്നെ M4ടെക് ജിയോ മച്ചാനുമായിരുന്നു. അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കറക്റ്റ് എന്തായാലും സ്ഥലത്തെത്തി ഞാൻ സമാധാനമായിട്ട് വന്നിരുന്നു. അവിടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ, സ്നാക്സും എന്ന് പറയാൻ പറ്റത്തില്ല, അത്രത്തോളം ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ യൂട്യൂബിൻ്റെ പരിപാടി ആകുമ്പോൾ യൂട്യൂബിൻ്റെ ഫുഡെന്ന് പറയുന്നത് അറിയാമല്ലോ. ഇത് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റീവ് കളക്റ്റീവ്, ഓരോ ക്രിയേറ്റേഴ്സിനും അവർക്ക് വേണ്ടിയുള്ളൊരു മോട്ടിവേഷനും അതുപോലെ തന്നെ അവരുടെ ഇത്രയും നാളത്തെ വീഡിയോയുടെ ആ ഒരു ഇതിൽ അവരെ സെലക്ട് ചെയ്ത് യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്യാണ്. നമുക്കൊരു എന്താണ് സത്യം പറഞ്ഞാൽ ഒരു റിവാർഡ് പോലെയാണ്. അപ്പോൾ പതിയെ ചായയും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നൊരു കാര്യം, ഏതും കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്ന എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനാണല്ലോ കൗതുകം. ഈ വീഡിയോയൊക്കെ എടുത്ത് കാണിക്കാനും ഇങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുത്തതൊക്കെ ഒന്ന് പറയാനും കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയല്ലേ. അതുകൊണ്ട് കഴിക്കുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം നിർത്തിയിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഫസ്റ്റ് വീഡിയോസാണ് എല്ലാം എടുത്തത്. വളരെ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി ചാനൽ വഴിയാണ് അവർ ഈ പരിപാടി നടത്തുന്നത്. കാരണം കൃത്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ID കാർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊരു റിസ്റ്റ് ബാൻഡ് പോലെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജിയോ മച്ചാനും കാര്യങ്ങളൊക്കെ വന്ന് അവരായിട്ടൊക്കെ ഒരു എന്താണ് ഒരു മീറ്റിംഗ് കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം നമുക്കൊരു ടാസ്കൊക്കെ തന്നു, നമ്മളൊരു റീൽസ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ട് പരിചിതരായിട്ടുള്ള ക്രിയേറ്റേഴ്സ്, ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും പല പല ഗ്രൂപ്പുകളായിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. ഇഷ്ടപ്പെട്ട സ്ഥലം എല്ലാവരുടെയും എന്താണെന്നായിരുന്നു നമ്മുടെ ഒരു വിഷയം. അതിനെപ്പറ്റിയുള്ള റീൽസ് ഞാൻ ഓൾറെഡി ഇതിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മെമ്മറീസാണ് ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റർ കണ്ടന്റ് ജേണി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയ ആരെയായിരുന്നു? അതിനുശേഷം ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ശ്രീക്ക് ഞാനൊരു സർപ്രൈസ് കൊടുത്തു. നമ്മുടെ സിംപ്ലിസിറ്റിയിൽ ഉണ്ണിമായ വീഡിയോ കോൾ വിളിച്ച് ശ്രീയായിട്ട് സംസാരിക്കുകയും ശ്രീ വളരെയധികം എക്സൈറ്റഡ് ആയി കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മോനെയൊക്കെ കാണിച്ചു കൊടുത്തു. അവർക്ക് വരാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നേരം ഉണ്ണിമായ സംസാരിച്ചു. അതിനുശേഷം അവരെല്ലാവരുമായിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അതുപോലെ തന്നെ കെന്നി, നമ്മുടെ ആങ്കറിങ് ആയിട്ട് വന്ന് കെന്നിയും അടിപൊളി വൈബായിരുന്നു. അതിനുശേഷം യൂട്യൂബിൻ്റെ ഫുഡ്, അതും ഒരു ലെവലാണ്. ഫസ്റ്റ് ഈ പറയുന്ന പോലെ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി വീഡിയോ എടുക്കാനായിരുന്നു തിടുക്കം. ഓരോ ഐറ്റംസും ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് വീഡിയോ എല്ലാം കവർ ചെയ്ത് വന്നു. കുറച്ച് നേരം ആ ഒരു കറികളും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ തന്നെ വന്നിരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ വയറുകൾക്കൊന്നും അറിയില്ല, അതുപോലെയായിരുന്നു. ഷെഫിൻ്റെ വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഓടി നടന്ന് വീഡിയോ എടുത്തു. എല്ലാവരും പറഞ്ഞു കഴിക്ക് പ്ലേറ്റ് എടുത്ത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് മറ്റ് ക്രിയേറ്റേഴ്സ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ഡിന്നി ഡേവിസും ഒക്കെ ഒരുപാട് KL പ്രാങ്ക് ബ്രോയും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അവരായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ പ്രോ ബ്രോ എല്ലാവരും ഉണ്ടായിരുന്നു. ആദിത്യൻ, അങ്ങനെ ഒരുപാട് പേര്, B4X YT, അങ്ങനെ ഒരുപാട് ചാനൽസ് കണ്ട ക്രിയേറ്റേഴ്സിനെ കണ്ടു. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അടിപൊളിയായിട്ടുള്ള സർട്ടിഫിക്കറ്റും യൂട്യൂബിൻ്റെ കുറച്ച് ഒഫീഷ്യൽ മെർക്കൻഡൈസുകളും ഞങ്ങൾക്ക് കിട്ടി. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ടൊന്ന് ചെത്തിയതിന് ശേഷം ക്രിയേറ്റീവ് കളക്റ്റീവ് നിന്ന് ബൈ പറഞ്ഞിറങ്ങിയപ്പോഴാണ് നമ്മുടെ ചട്ടമ്പീസ് ടീമിനെ കണ്ടത്. അങ്ങനെ ചട്ടമ്പീസ് ടീമുമായിട്ടൊരു സെൽഫി വീഡിയോയ്ക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണല്ലോ, ട്രിവാൻഡ്രം തന്നെയാണല്ലോ. ഞാനും ഒരു ട്രിവാൻഡ്രംകാരനാണ്, അവരും ചട്ടമ്പീസും ട്രിവാൻഡ്രമാണ്. അപ്പോൾ അതിനുശേഷം അവരെല്ലാം കണ്ട് ബൈ പറഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നെത്തി അവിടെ നിന്ന് ഒരു ഇലക്ട്രിക് ബസ്സിൽ കയറി. ഇലക്ട്രിക് ബസ്സാണ്, കണ്ടക്ടറും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല.
ഒരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് നമ്മുടെ സഞ്ജു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സഞ്ജു ബ്രോ, ഞാനും സഞ്ജുവും കൂടെ തിരിച്ചൊരുമിച്ചാണ് വന്നത്. സഞ്ജുവായിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുമായിട്ട് നല്ലൊരു ബന്ധം, നല്ലൊരു മീറ്റപ്പും, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അവയർനെസ്, നമ്മൾ ഇത്രയും നാൾ ചെയ്തതിൻ്റെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയതിൻ്റെ സന്തോഷവും എല്ലാം അറ്റ് എ ടൈം ഒരേ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു എന്താണ് ആ മൊമെൻറ്റ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ആ മെട്രോ സ്റ്റേഷനിൽ വന്നു. അപ്പോഴത്തേക്ക് ഇന്ത്യയായിട്ട് ഒരു മാച്ച് കിടക്കുകയായിരുന്നു അവിടെ. അതിനിടയ്ക്ക് ഞാൻ സഞ്ജുവിൻ്റെ ആ കാർഡ് എടുത്തു. സഞ്ജുവിൻ്റെയിലാണ് ഈ ഒരു കാർഡ് ഉണ്ടായിരുന്നത്. അവൻ ഈ കാർഡ് ചാർജ് ചെയ്താണ് മെട്രോയിൽ യാത്ര ചെയ്യാറുള്ളത്. അത് വളരെ ലാഭമായിട്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ ഇത്, ഈ കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് അവൻ്റെ നിന്ന് മേടിച്ച് ആ കാർഡൊക്കെ നോക്കിയതിന് ശേഷം തിരിച്ചു കൊടുത്തു. എറണാകുളത്തുള്ളവർക്കറിയാം ഈ കാർഡിൻ്റെ യൂസ് എത്രത്തോളമാണെന്ന്, അവർ മെട്രോ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം അവിടെ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മുടെ അൽസാജ് കിച്ചണിൽ പോയി ഷിയാസിക്കയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഫുഡെല്ലാം അടിച്ച് അപ്പോഴത്തേക്കും വൈകിട്ടായി. അന്ന് തിരിച്ച് തന്നെ ഞാൻ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ തിരിച്ചെനിക്ക് അതിൽ വന്നാൽ മാത്രമേ ആ ട്രെയിൻ കിട്ടണം. അപ്പോൾ ഫസ്റ്റ് ഷിയാസക്ക് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അൽസാജിൽ പോയി അവിടുത്തെ കുറച്ച് മേക്കിംഗ് സംഭവങ്ങളൊക്കെ വീഡിയോ എടുത്ത്, ചിക്കൻ്റെയും അതുപോലെ തന്നെ കുഴിമന്തി എല്ലാം വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ഷിയാസക്കയുടെ അടുത്ത് ബൈ പറഞ്ഞു. ഷിയാസക്കയായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രാത്രി വീണ്ടും വന്ദേ ഭാരതിനായിട്ട് നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ശക്തിമാൻ കളിച്ചങ്ങനെ പോയി. മീൻസ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽ ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ വീണ്ടും തിരിച്ച് വന്ദേ ഭാരതില്ല. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ബ്ലൂ കളർ ഒരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ തിരിച്ച് വന്ന ട്രെയിനിൽ റെഡ് കളറായിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതിൽ ഈ റൊട്ടേഷൻ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സീറ്റിൻ്റെ റൊട്ടേഷൻ ടൈപ്പ് അടിപൊളി വെറൈറ്റി സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പിന്നെ ഇരുന്ന് അധികം ട്വിസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. അതിനുശേഷം ഫസ്റ്റ് നമുക്കൊരു നോറിൻ്റെ ഒരു സാഷലും അതുപോലെ തന്നെ സൂപ്പ് മിക്സ് ചെയ്യാനുള്ള സംഭവം കൊണ്ടുവന്നു. വന്ദേ ഭാരതിൽ യാത്രയൊക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ, അതൊന്നും പറയാതിരിക്കാൻ വേറെ ലെവലാണ്. അതിനിടയ്ക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഒരു വൈബ്സ് പോലത്തെ സംഭവം നമുക്ക് തന്നു, ക്ലീനിങ് വൈബ്സ്. അതിനുശേഷം അതെല്ലാം എടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കി വൈബ്സ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ആ സൂപ്പൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി സെലിബ്രേറ്റ് വിത്ത് യൂട്യൂബ് എന്ന് പറയുന്ന യൂട്യൂബിൻ്റെ ഈ ഒരു ജേണിയിൽ ഭാഗമാകാൻ പറ്റി. അങ്ങനെ ട്രിവാൻഡ്രത്തിറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ കണ്ടു കേട്ടോ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത് ഞാൻ. പുള്ളി എറണാകുളത്ത് പോയിട്ട് തിരിച്ച് വരികയായിരുന്നു. ഞാൻ പുള്ളിയായിട്ട് കണ്ട് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി സ്റ്റേഷനിൽ നിന്ന്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ടു യൂട്യൂബ്, സെലിബ്രേറ്റ് വിത്ത് യൂട്യൂബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കും.